നാളെ ചിലപ്പോൾ നിങ്ങളും ഒരു അഫാനായി മാറിയേക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജീവിത നിലവാരം മനസ്സിലാക്കി അളന്നുമുറിച്ചുള്ള ജീവിതമല്ല നടത്തുന്നതെങ്കിൽ, അതായത് ആർഭാടപൂർണമായ ജീവിതം, അതിനുവേണ്ടി ചുറ്റുപാടിൽ നിന്നും കടം വാങ്ങുക, കിട്ടിയ ലോൺ ആപ്പുകളിൽ നിന്നൊക്കെ കടമെടുക്കുക, അവസാനം കടക്കാർ നാലു ഭാഗത്തു നിന്നും തുടരെ സമ്മർദ്ദത്തിലാകുമ്പോൾ നമ്മളും മറ്റൊരു അഫാനായി മാറിയേക്കാം. ഇന്ന് അഫാന്റെ മാതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വീണ്ടും മലയാളികൾ അന്തം വിട്ടിരിക്കുകയാണ്. കുറ്റം മൊത്തം അഫാന്റേതാണെന്നാണ് മാതാവ് പറയുന്നത്. അതായത് കുടുംബത്തിന് വേണ്ടി അല്ലാതെ സ്വന്തമായി ദൂർത്തടിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ കടബാധ്യതയാക്കി മാറ്റിയിട്ടുണ്ട് അഫാനെന്ന് മാതാവ് വെളിപ്പെടുത്തുന്നു. അവസാനം ദിവസവും 2000 രൂപയൊക്കെ കടക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി തന്നോട് മകൻ ചോദിക്കാറുണ്ട് എന്നാണ് മാതാവ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു പറയുന്നത്. അഫാന്റെ ഭാഗം നേരെ തിരിച്ചാണ്. പിതാവിന്റെ കച്ചവടവും അതിനു പുറമെ പിതാവ് അറിയാതെ മാതാവ് നടത്തിയ കടം വാങ്ങലും ഒക്കെ ലക്ഷങ്ങളായപ്പോൾ ജീവിതം വഴിമുട്ടി. അങ്ങനെയാണ് താൻ ഇങ്ങനെ ഒരു കൊലപാതകയായി മാറിയതെന്ന് അഫാനും പറയുന്നു. പക്ഷേ ആരുടെ വാദം മുഖവുരക്കെടുത്താലും അടിസ്ഥാനപരമായി ആർഭാടപൂർണമായ ജീവിതം ഒന്നു മാത്രമാണ് ഇവരെ ഇതുപോലെ കടക്കെണിയിലാക്കിയത്. ഒരു കെട്ടുപൊട്ടിയ ജീവിതത്തിന് വില നൽകേണ്ടി വന്നതോ 5 പേരുടെ ജീവനുകൾ. മാതാവിനെ അടക്കം കൊന്നു എന്നാണ് അഫാൻ ആദ്യം വിശ്വസിച്ചത്. എങ്കിലും മാതാവ് രക്ഷപ്പെട്ടു പോന്നിരുന്നു. ഇവർക്ക് പുറമെ വേറെ 3 പേരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. നോക്കണം നിങ്ങൾ എത്രമാത്രം ഭീകരമായി സാമ്പത്തിക കച്ചവടം ഇല്ലാത്ത ജീവിതം നമുക്ക് വരുത്തി വെക്കുന്ന വിനയെന്ന്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പണ്ടുള്ളവർ പറയും. ഇന്ന് 10 രൂപയുണ്ടെങ്കിൽ 100 രൂപയുടെ പൊങ്ങച്ചവും ജീവിതവും ഒക്കെയാണ് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക്. അതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിക്ക് ഉദാഹരണമാണ് അഫാൻ. തന്റെ അനിയന് ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊടുത്ത തൊട്ടടുത്ത നിമിഷമാണ് അനുജനെ കൊലപ്പെടുത്തിയത്. വയസ്സെത്തിയായിട്ടും കഴുത്തിലുള്ള മാല തരാതെ അതും പിടിച്ചിരിക്കുന്ന തള്ള എന്ന് പറഞ്ഞാണ് തന്റെ അമ്മുമ്മയെ അഫാൻ കൊലപ്പെടുത്തിയത്. താൻ ഇല്ലാത്ത ലോകത്ത് നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കാമുകയെയും കാലപുരിക്ക് അയച്ചു. പിന്നെ പിതാവിന്റെ അനുജൻ, അവരുടെ ഭാര്യ തുടങ്ങി ആകപ്പാടെ 5 പേർ. എല്ലാം സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ച വിനകൾ മാത്രം. ജീവിതത്തിലെ അച്ചടക്കമില്ലായ്മ കൊണ്ടുവന്ന അപകടങ്ങൾ. ഒരു 23 വയസ്സുകാരൻ ചെയ്തു വെച്ച ഈ ക്രൂരത മുഴുവൻ നമുക്കെല്ലാവർക്കുമുള്ള വലിയൊരു താക്കീത് തന്നെയാണ്. സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ എങ്ങനെ മനുഷ്യനെ ഒരു സീരിയൽ കൊലപാതകയാക്കും എന്നുള്ള കൃത്യമായ ഒരു പഠനമാണിത്. വെഞ്ഞാറമൂട് കൊലപാതകത്തെ തുടർന്ന് മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇതിനോടകം തന്നെ.